ഹലോ ഗൈസ്, സുഖല്ല. ഇന്ന് എന്റെ മെസ്സാണ് എന്താക്കണമെന്ന് മിനിയാന്നേ ഒരു പ്ലാനിലുണ്ടായിനി. ലാസ്റ്റ് ബിരിയാണിയിലേക്ക് എത്തി. ബിരിയാണി വെച്ച് കൊടുക്കാം ഇവര് തിന്നിട്ട്. നല്ല ടേസ്റ്റുള്ള ഫുഡെല്ലാം കഴിക്കണമെങ്കിൽ ഞാൻ തന്നെ വെക്കണ്ടേ, പിന്നെ എങ്ങനെ ഇവർക്ക് കിട്ടുന്നത്? ചിക്കനെല്ലാം നല്ല പാങ്ങില് മസാല എല്ലാം ഇട്ട് വെച്ച് ഇപ്പൊ ഉള്ളി മുറിക്കുമ്പോ പഠിച്ചോനേറെ ഇപ്പൊ കണ്ണ് കത്തിയിട്ടല്ല എന്ത് കാരം ഉള്ളിക്ക്. ഫസ്റ്റ് തന്നെ നെയ്ച്ചോറ് വെക്കാന്ന് വിചാരിച്ചു. അങ്ങനെ നല്ല നെയ്ച്ചോറിനുള്ള നെയ്യെല്ലാം ഒഴിച്ചിട്ട് നെയ്ച്ചോറ് നല്ല പായൽ സെറ്റ് ആക്കുന്നുണ്ട്. അതിന്റെ ഇപ്പുറം മസാലന്റെ പരിപാടിയും റെഡി ആയിക്കൊണ്ടുണ്ട്. ഈ ബിരിയാണിയെല്ലാം നല്ല പായൽ വെക്കാൻ പഠിച്ചതേ ഇവിടെ വന്നിട്ടാ. ഇവരെല്ലാം കണ്ടിട്ട് തന്നെ പഠിച്ചു. ബാക്കിയുള്ള ഫുഡെല്ലാം ഉണ്ടാക്കുമ്പോ ഇടയ്ക്ക് ചിലപ്പോ ചെറുങ്ങനെ ഒന്ന് കൊളാവും. ഇതാണെങ്കിൽ ഈ കൊളയില്ല, എന്തായാലും നന്നാവും. പഠിച്ചോൻ കാത്ത് അൽഹംദുലില്ലാ. എന്താന്ന് അറിയില്ല, ഇനി നിങ്ങൾ പ്രായറുണ്ടാ. ഇങ്ങനെയെല്ലാം വെക്കാൻ പഠിച്ചില്ലെങ്കിൽ ഇവരെ മുമ്പിൽ പിടിച്ചിരിക്കാൻ കഴിയില്ല, ഇല്ലെങ്കിൽ ഞമ്മ പുറത്താവും. അതുകൊണ്ട് നല്ല ദമ്മിട്ട ചിക്കൻ ബിരിയാണി റെഡി ആയിട്ടുണ്ട് കേട്ടോ. അതെല്ലാടെ വിളമ്പിക്കൊണ്ടുണ്ട്. സതീശേട്ടൻ ഉണ്ടായിന് കൂടെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിട്ട്. ആ ചൂട് ബിരിയാണി ആ ചിക്കന്റെ പീസും ഈ മസാലയിൽ കൂട്ടിട്ട് തിന്നുമ്പോഴല്ല ഓ മോനെ, ഞാനില്ലത് ഇവരെ ഭാഗ്യം. ഇല്ലെങ്കിൽ എവിടുന്ന് കിട്ടും ഇങ്ങനത്തെ ഫുഡ്? ഹോട്ടലിന്റെ വരെ കിട്ടിയില്ല അല്ലേ? രാവിലെ നേരെ പണിക്ക് വാങ്ങി കഴിഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെയാണ്. ആപ്പിളോ ഇല്ലെങ്കിൽ പഴോ പാലോ ഇതെല്ലാം തിന്നിട്ടാണ് നമ്മള് ബ്രേക്ക്ഫാസ്റ്റ്. അപ്പൊ ഓക്കെ, ബൈ.